കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു ഡയറ്റിലായോണ്ട് തന്നെ വീട്ടീന്ന് അങ്ങനെ കാര്യമായിട്ട് കഴിക്കാണ്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഉച്ചയായാലും ഭയങ്കര വിശപ്പ്. ഈ ഒരു ഹോട്ടലിൽ താമസിക്കാൻ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ. പക്ഷേ റൂമിൽ പോയിട്ട് ബാഗ് പോലും വെക്കാണ്ട് നേരെ റെസ്റ്റോറന്റിൽ വന്നിട്ട് കയ്യോടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഈ ഇഫ ചിക്കൻ ഓർഡർ ചെയ്തു. ഈ ഇഫ ചിക്കൻ എന്ന് പറയുന്ന ഈ ഐറ്റം ഇതിനു മുമ്പ് കഴിക്കാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. പിന്നെ എല്ലാം ഒരു മേക്ക് ബിലീഫ് ആണല്ലോ ഇത്. അപ്പോൾ ഏതായാലും കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അടിപൊളിയായിട്ട് നല്ല അടിച്ച് സെറ്റാക്കിയിട്ടുള്ള ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ടേൻ്റെ കൂടെയാണ് ഞാനിത് കഴിച്ചത്. പൊറോട്ട ഉഷാറേനും പിന്നെ ഇഫ ചിക്കൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലേവറിലെ ശരിക്കും ചിക്കൻ്റെ അങ്ങ് ഉള്ളിൽ വരെയുണ്ട്. പിന്നെ അതിൻ്റെ പുറത്താക്കിയിട്ടുള്ള ആ ചീസും ക്രീമെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ടേസ്റ്റ് ആ ചിക്കൻ്റെ ഫ്ലേവറിൻ്റെ കൂടെ അത്യാവശ്യം നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇനി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇതിനു മുമ്പ് കഴിക്കാത്തതുകൊണ്ട് ഇതന്നെയാണോ ഇതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഐ ഡോണ്ട് നോ. ബട്ട് ഈ കഴിച്ചത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ചിക്കൻ കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും സാലഡ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് കക്കിരിയെങ്കിലും, എന്നാലേ കാര്യങ്ങളെല്ലാം ഒന്ന് സ്മൂത്തായിട്ട് നടക്കുള്ളൂ. പിന്നെ ഒരു വിത്തൗട്ട് ഓറഞ്ച് ജ്യൂസും കുടിച്ചിട്ട് അധികം എല്ലാ സ്ഥലത്തും കിട്ടാത്ത ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ചില്ലി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. ബോൺലെസ് ചിക്കൻ്റെ പീസും ക്യാപ്സിക്കവും സവാളയും എല്ലാം ഇട്ടിട്ടടിക്കുന്ന ചില്ലി ചിക്കൻ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ബിരിയാണി. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെ ദം ബിരിയാണി ആയിട്ടൊന്നും എന്തായാലും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും സാധനം കൊള്ളാം. ആ ഒരു ചില്ലി ചിക്കൻ്റെ ഫ്ലേവറും ആ ഒരു ബിരിയാണീൻ്റെ ഫ്ലേവറെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഒരു രസമുണ്ട്. പിന്നെ ഞാൻ നേരെ എൻ്റെ ബാഗെല്ലാം എടുത്തിട്ട് റൂമിലോട്ട് പോയിട്ട് വാർഡ്രോബിലവിടെ വെച്ച്, എന്നിട്ട് റൂമിൻ്റെ ഒരു സൈഡിലുള്ള വാഷ്റൂമിൽ കയറി കാര്യങ്ങളെല്ലാം ഒന്ന് സാധിച്ച് ഇപ്പുറത്തെ സൈഡിലുള്ള കുളിമുറി, അതായത് ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ലിഫ്റ്റൊന്നും യൂസ് ചെയ്യാണ്ട് നടന്നിട്ട് വീണ്ടും തിരിച്ചിങ്ങ് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന്. നമ്മൾ ഈ ലിഫ്റ്റും എസ്കലേറ്റേഴ്സ് എല്ലാം പരമാവധി ഒഴിവാക്കിയിട്ട് മാക്സിമം നടക്കാൻ തുടങ്ങണം. അന്നേരം അത് നല്ലോണം കാലറീസ് ബേൺ ആവുള്ളൂ. അങ്ങനെ ബേൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലോണം തിന്നാനും പറ്റുള്ളൂ. ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് ഞാൻ മിക്ക സന്ദർഭങ്ങളിലും എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ രണ്ടാമത്തെ തവണ ഇവിടെ താഴെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ഹാഫ് ബീഫ് മന്തിയാണ്. മറ്റേ ബെഞ്ച് പോലത്തെ മരത്തിൻ്റെ സാധനമില്ല, അതിൻ്റെ അകത്തെല്ലാണ് സെർവ് ചെയ്യുന്നത്. ഈ റൈസിൻ്റെ ഫ്ലേവർ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയട്ടെ, സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കുന്ന ഒരു മന്തി റൈസിൻ്റെ ഫ്ലേവറേ അല്ല, കുറേ കൂടി ഒരു ഹോംലി ഫ്ലേവറാണ്. കാരണം ഇവരിവിടെ മട്ടൻ്റെ ഫാറ്റോ ചിക്കൻ്റെ ഫാറ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ റൈസിൽ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ മന്തി ഒരു ഹെൽത്തി മന്തിയാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ബീഫ് അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഫ്ലേവർ അങ്ങ് ബീഫിൻ്റെ ഉള്ളിൽ വരെ എത്തിയിട്ടുണ്ട്. ഒരു നല്ല സോഫ്റ്റ് വേണം. ഇതാണ് ഇവിടെ ഞാൻ താമസിക്കാൻ പോകുന്ന റൂം. സൂട്ടാണ്, എക്സിക്യൂട്ടീവ് സൂട്ട്. 7500 രൂപയാണ് റേറ്റ്. ഈ റൂം 2 പാർട്ടീഷനായിട്ടാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഏരിയ, പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ലിവിംഗ് റൂം ഏരിയ. 2 സ്ഥലത്തും സെപ്പറേറ്റ് ആയിട്ട് ടി വി ഉണ്ട്. പിന്നെ ഒരു വാർഡ്രോബെല്ലാം ഉണ്ട് ഒരു സൈഡിൽ. വാഷ് ബേസിന് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. പിന്നെ ടോയ്ലറ്റും ബാത്റൂമും ഒരുമിച്ചെല്ലാം വേറെ വേറെയാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന ആ ഹോട്ടൽ. സെനോറ സൂട്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. മട്ടന്നൂരാണ് ലൊക്കേഷൻ. മട്ടന്നൂരുള്ള ഏറ്റവും വലിയൊരു ഹോട്ടലായത്. ഇപ്പം സമയം ഏകദേശം ഒരു സന്ധ്യ 6 മണി 6:30 ആയിട്ടുണ്ടാവും. ഈ ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പാണ് ഇത്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളെല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ചായ കുടിച്ചത് ഇവിടുന്നാണ്. ഒരു ചിക്കൻ പക്കോടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സ്പെഷ്യൽ ഓംലേറ്റ് സോസേജും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റൂഫ് ടോപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നത് ഭയങ്കര അടുത്തുനിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് ദൂരെയാണ് പോകുന്നത്, പക്ഷേ ശരിക്കും ഇതിനേക്കാൾ അടുത്തൂട്ടിയാണ് പോവുക. എന്നിട്ട് ഇത് അങ്ങനെ ലാൻഡ് ചെയ്യുന്നത് വരെ കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ നേരെ തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോയി. എന്നിട്ട് റൂമിലോട്ടൊരു ഇത് ഓർഡർ ചെയ്ത്, ഒരു ഗ്രേപ്പ് ജ്യൂസ് വിത്തൗട്ട് ഗ്രേപ്പ് ജ്യൂസ്. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂറോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഹെവി വർക്കൗട്ട് തന്നെ ജിമ്മിന്ന്. അതിനുശേഷം വീണ്ടും റൂമിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് ഏകദേശം ഒരു 8:30 ആകുമ്പോൾ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് ഡിന്നർ കഴിക്കാനായിട്ട് വീണ്ടും വന്ന്. ജിമ്മിലെല്ലാം പോയിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല വിശപ്പുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഈടുന്ന് കഴിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രോൺസ് ബിരിയാണി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിന് ഇവരെ മെനുവിലുള്ള. അപ്പോൾ അതാണ് രാത്രി ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരാണ് സെനഗൽ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണി. സാധാരണ ചെമ്മീൻ ബിരിയാണിയായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഇതിലും റൈസ് ഉണ്ട്, അതിലും റൈസ് ഉണ്ട്, ഇതിൻ്റെ അകത്തും ചെമ്മീനുണ്ട്, അതിൻ്റെ അകത്തും ചെമ്മീനുണ്ട് എന്നതല്ലാതെ ലുക്കിലോ ടേസ്റ്റിലോ അല്ലെങ്കിൽ മണത്തിലോ ഒന്നും യാതൊരു ബന്ധവുമില്ല. ഇതിൽ വരുന്നത് ബസ്മതി റൈസാണ്. ഈ റൈസിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മൾ ഓറഞ്ചില്ലേ, ഓറഞ്ച് നാരങ്ങ, അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ അകത്തെ മെയിൻ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും. അപ്പോൾ ആ ബട്ടറിൻ്റെയും ഓറഞ്ചിൻ്റെയും ഫ്ലേവർ വരുന്ന ആ റൈസിലോട്ട് ഒരു പീസ് ചെമ്മീൻ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കഴിച്ച് നോക്കിയേ. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് ലേശം അവരൊരു സ്പെഷ്യൽ സോസ് ഉണ്ട്, അതങ്ങോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ചേർത്ത് കുഴച്ചിട്ടും വാരി എടുത്തിട്ട് കഴിച്ച് നോക്കി. ഓറഞ്ചിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം ഉണ്ട് കേട്ടോ റൈസിൻ്റെ ഇടയിൽ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടിന്. ആ റൈസും പിന്നെ ചെമ്മീനും കൂടെ അത്യാവശ്യം നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിച്ച്
പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ഇവിടെ ഇവർ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു പ്ലാറ്ററാണ്. ചിക്കൻ്റെ കുറച്ച് വെറൈറ്റി കബാബ്സും അറബിക് റൈസും ഡിപ്പും ബ്രെഡ് ബാസ്ക്കറ്റും സാലഡും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പ്ലാറ്റർ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1399 രൂപയാണ്. ചിക്കൻ്റെ എല്ലാ കബാബിന്നും ഓരോന്നായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിൻ്റെ സൈഡിലവിടെ വെച്ചതിന് ശേഷം പിന്നെ ബ്രെഡ് ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ബ്രെഡും എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിലിട്ട് പിന്നെ ആ റൈസില്ലേ അതിൻ്റെ അകത്തുനിന്ന് ഒരു 2 സ്പൂൺ റൈസും കോരി പ്ലേറ്റിലിട്ട ശേഷമോ പതുക്കെ കഴിക്കാൻ തുടങ്ങിയേ. ഈ മലായി കബാബ് ഭയങ്കര ടേസ്റ്റുണ്ടായിരുന്നു. പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും വലിയ തെറ്റുണ്ടായിട്ടില്ല. പിന്നെ ആ സാധനം കുറച്ച് തണുത്ത് പോയിന് കേട്ടോ. അത് പിന്നെ എടുത്ത് കൊണ്ടുവച്ചതിന് ശേഷം വീഡിയോയിൽ എടുത്തിട്ടല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് കൂടി ആയിരിക്കാം. പിന്നെ ഞാൻ നമ്മുടെ ഒരു രീതിയിൽ നാനിൻ്റെ നടുവിൽ കുറച്ച് ആ സാലഡ് വെച്ച ശേഷം ചിക്കൻ ടിക്കയിൽ ഒരു പീസും എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എല്ലാം കൂടി ഇതെങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടും കഴിച്ചു നോക്കിന്. ചിക്കൻ ടിക്കയും വലിയ കുഴപ്പമില്ല, അത്രേ പറയുന്നുള്ളൂ. പിന്നെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവായിരുന്നു കേട്ടോ കബാബ്. ഷീഖ് കബാബിൻ്റെ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഷീഖ് കബാബും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവണേനു. പിന്നെ കഴിച്ചത് ഈ ഹരിയാലി ടിക്കയാണ്. കുറച്ചധികം അറബിക് ഐറ്റംസ് കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് എനിക്കൊരു ചൈനീസ് ഐറ്റം കഴിക്കാനുള്ളൊരു തോന്നൽ. ഞാനപ്പോൾ അവിടെ ഷെഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഷെഫെ സ്പെഷ്യൽ ആയിട്ട് എന്താണ് ചൈനീസ് ഉള്ളതെന്ന്. ഷെഫ് പറഞ്ഞു എൻ്റെ ഒരു സ്പെഷ്യൽ ചോപ്സി ഉണ്ട്, അതെടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന്. ഷെഫ് ഒരു സ്പെഷ്യൽ രീതിയിൽ അതിൻ്റെ മേലെ 2 ചീസ് സ്ലൈസെല്ലാം വെച്ചിട്ട് അതിനൊന്ന് ബേണെല്ലാം ചെയ്തിട്ടാണ് കൊണ്ടുത്തന്നെ. അങ്ങനെ അതെല്ലാം പതുക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റോറൻറ്റിൽ ഫോണെല്ലാം നോക്കി ഇരുന്ന ശേഷം പിന്നെയും എണീച്ച് റൂമിലേക്ക് നടന്നു കേട്ടാ. ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. കുറച്ച് നേരം ടി വിയിൽ യൂട്യൂബെല്ലാം കണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്കൊരു സാലഡ് കഴിക്കാനുള്ളൊരു പൂതി. ഞാൻ അപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് സാലഡ് ഓർഡർ ചെയ്തു. ബ്രോക്കലിയും ക്യാരറ്റും ആപ്പിളും പേരയ്ക്കയും പേർപ്പിൾ ക്യാബേജ് എല്ലാം ഉള്ള ആ സാലഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടി യൂട്യൂബ് കണ്ടിരുന്ന് അങ്ങനെ ഒരു സിനിമയെല്ലാം കണ്ട് കഴിയുമ്പോഴത്തേക്കും സമയം 1 മണിയായി. ഈ ഹോട്ടലിലുള്ള റെസ്റ്റോറൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് 24 മണിക്കൂർ ഓപ്പണാണ്. അതായത് രാത്രി 2 മണിക്ക് പോയി കഴിഞ്ഞാലും പുലർച്ചയ്ക്ക് 3 മണിക്ക് പോയി കഴിഞ്ഞാലും 4 മണിക്ക് പോയി കഴിഞ്ഞാലും എല്ലാം തിന്നാൻ കിട്ടും. കാരണം ഇവിടെ മെയിൻലി അതായത് ഈ ഹോട്ടലിലുള്ള മെയിൻ ഗസ്റ്റ് എയർപോർട്ട് സ്റ്റാഫും ക്രൂവും പിന്നെ പൈലറ്റ്സ് എല്ലാം അവർ രാത്രിയിലാണല്ലോ വരും. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഞാൻ പോയിട്ട് രാത്രി അവിടുന്ന് ഒരു മട്ടൺ സൂപ്പും ബ്രെഡ് ബട്ടറും പിന്നെ ഒരു ലൈം ടീയും കുടിച്ചിന്. പിന്നെ അധിക സമയം അവിടെ ഇരുന്നിട്ടൊന്നുമില്ല. അപ്പാടൻ എണീച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 7:25 ആകുമ്പോൾ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം കയ്യോടെ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇപ്പം സമയം ഏകദേശം ഒരു 7:45 ആയിട്ടുണ്ടാവേ. ബ്രേക്ക്ഫാസ്റ്റിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ആരും അങ്ങനെ കഴിക്കാൻ വരാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ പിരാന്തൻ വേറെ ആരാ ഉണ്ടാവുക. നമ്മൾ പിന്നെ ഇതിനായിട്ട് ജീവിക്കുന്നതല്ലേ. അപ്പോൾ എന്തെല്ലാം ഉള്ളതെന്ന് കാണിച്ചു തരാം. നല്ലോണം അടിച്ച് സെറ്റാക്കിയിട്ടുള്ള പൊറോട്ടയുണ്ട്, ചൂട് ചിക്കൻ കറിയുണ്ട്, പിന്നെ പൂരിയുണ്ട്, ബാജിക്കറിയുണ്ട്, ഇഡ്ഡലിയുണ്ട്, സാമ്പാറുണ്ട്, തേങ്ങാ ചട്നിയുണ്ട്, തക്കാളി ചട്നിയുണ്ട്, ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്, പുഴുങ്ങിയ മുട്ടയുണ്ട്, സാധാരണ ബ്രെഡ് ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, കോൺഫ്ലേക്സും ഉണ്ട്. പിന്നെ സോസേജും ഉണ്ടേ, അത് പറയാൻ വിട്ടുപോയതാ. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, സ്വീറ്റ് കോൺ ഉണ്ട്, ഒരു പുഴുങ്ങിയ മുട്ടയുണ്ട്, 2 കഷ്ണം സോസേജും ഉണ്ട്. അങ്ങനെ അവിടെ പോയി ഇരുന്ന് കപ്പിൽ ചൂട് വിത്തൗട്ട് ചായ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങട്ടെ. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ആദ്യം ബത്തക്ക കഴിച്ചു തുടങ്ങി, പിന്നെ സോസേജ് കഴിച്ച്, കുറച്ച് സ്വീറ്റ് കോൺ കഴിച്ചിട്ട് പുഴുങ്ങിയ മുട്ട കഴിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് തീർത്ത ശേഷം രണ്ടാമത്തെ പ്ലേറ്റുമായിട്ട് രംഗത്തിറങ്ങി. ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് ഇഡ്ഡലി, പൂരി, 2 ചട്നി, ചിക്കൻ കറി, ബാജിക്കറിയാണ്. പൊറോട്ട ഞാൻ എടുത്തിട്ടില്ല രാവിലെ തന്നെ. കാരണം പൊറോട്ട തിന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും തിന്നാൻ കഴിയൂല. സെക്കൻഡ് റൗണ്ട് ഞാൻ തുടങ്ങിയത് നല്ല കാറ്റടിച്ച് കയറ്റിയ പോലത്തെ ആ പൂരിയും ബാജിയും കഴിച്ചിട്ടാണ്. അടിപൊളി പൂരിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള പൂരിയേനും പിന്നെ ആ ബാജിക്കറിയും ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിനുശേഷം പിന്നെ കഴിച്ചത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി മറ്റേ പൂ പോലത്തെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇല്ലേ, അങ്ങനത്തെ ഇഡ്ഡലിയല്ല, ലേശം ഹാർഡാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര ഹാർഡുമല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നതെന്നല്ലേ. അല്ലേ? പക്ഷേ അല്ല, ഞാൻ കഴിച്ചത് ഇഡ്ഡലിയും ചിക്കൻ കറിയാണ്. അപാര ടേസ്റ്റായിരുന്നു കേട്ടോ, അപാര ടേസ്റ്റായിരുന്നു സത്യം. എന്നിട്ട് പിന്നെ കുറച്ചൊന്ന് ലോബിയിലൂട്ടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് നടന്ന ശേഷം റൂമിൽ പോയി കിടന്നങ്ങോട്ട് ഉറങ്ങി ഉച്ചവരെ. ഉച്ചയാക്കണ്ടേ എങ്ങനെയെങ്കിലും, ലഞ്ച് കഴിക്കണ്ടേ. അങ്ങനെ ഉച്ച ഒരു 12:30 ആകുമ്പം വീണ്ടും എഴുന്നേറ്റ് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേ. ഇവിടെ ലഞ്ച് ബുഫേ ആണ് കേട്ടോ. 250 രൂപ പ്ലസ് ടാക്സ് ആണ് ബുഫേൻ്റെ റേറ്റ്. ഒരു സ്പെഷ്യൽ വെജിറ്റേറിയൻ റൈസ് ഉണ്ട്, ദാലുണ്ട്, പിന്നെ മെഴുക്ക് വരട്ടിയതുണ്ട്, ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ട്. ഇത് ചൈനീസ് മറ്റേ ചില്ലി ഗോബി പോലത്തെ ഒരു ഐറ്റമാണ്. പിന്നെ പാലക് മട്ടർ ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, ഫിഷ് കറി ഉണ്ട്, ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട്, പിന്നെ പായസം ഉണ്ട്,
ഇതുണ്ട്, സാലഡുണ്ട്, പപ്പടമുണ്ട്, മോരല്ല തൈരുമുണ്ട്. പിന്നെ സാധാരണ നമ്മളെ പുഴുങ്ങലരീൻ്റെ ചോറുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ സാധാരണ ചോറും കറിയല്ല. ചോറ്, മെഴുക്ക് വരട്ടിയത്, സാമ്പാർ, മീൻകറി, ചിക്കൻ്റെ കറി, പിന്നെ മറ്റേ ബീട്രൂട്ടിൻ്റെ പച്ചടി, അതെല്ലാം. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ഒരു സൈഡിൽ പോയാടെ ഇരുന്നിട്ട് പതുക്കെ പതുക്കെ കഴിക്കാൻ തുടങ്ങിയ മീൻകറിയും ചോറും സാമ്പാറും ലേശം ബീട്രൂട്ടിൻ്റെ ആ പച്ചടിയും കൂട്ടി കുഴച്ച് കഴിച്ച് നല്ല നാടൻ ടേസ്റ്റാണ് കേട്ടോ മീൻ കറിക്കല്ലോ. നല്ല സാമ്പാറായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടൊരു നാടൻ ഇവിടുത്തെ ആ ചോറും കറിയല്ലോ. നെക്സ്റ്റ് എടുത്തത് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് പോലത്തെ ഐറ്റംസാണ്. വെജിറ്റേറിയൻ എടുത്തത്. അതിൻ്റെ അകത്തും ചിക്കൻ്റെ ഒരു പീസ് എടുത്തിന് അടിപൊളിയായിരുന്നു. ഈ മട്ടർ പനീറും പിന്നെ നമ്മളെ ദാൽ ഫ്രൈയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ റൈസും കറക്റ്റ് വേവേനും റൈസിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. മീൽസ് രണ്ടും ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞില്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഒരു പാർട്ടി ഹോളാണ്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബോർഡ് റൂമുണ്ട്. പിന്നെ ജിമ്മും പ്ലേ ഏരിയയിലും ഞാൻ നേരത്തെ താഴെ കാണിച്ചു തന്നിട്ടില്ലേനോ. ഇനി ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ടൗണിൽ നിന്ന് എയർപോർട്ട് റോഡിലേക്ക് കയറുന്നില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ്. ഹോട്ടലിൻ്റെ പേര് സെനോറ സൂട്ട്സ് എന്നാണ്. പിന്നെ ഇവിടെ പിങ്ക് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോറുണ്ട്. ആ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അവിടെ ലേഡീസിന് മാത്രമേ താമസിക്കാനും പറ്റുള്ളൂ. അവിടുത്തെ സർവീസ് എല്ലാം ചെയ്യുന്നതും ലേഡീസ് ആയിരിക്കും കേട്ടോ. അങ്ങനെ തിരിച്ച് ഞാൻ വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് വന്നേ. ഇവിടെ താലി മീൽസ് കിട്ടും ഉച്ചക്ക്. അപ്പോൾ ഒരു താലി മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഉച്ചക്ക് കിട്ടുന്ന മെയിനായിട്ടുള്ള ഫിഷിൻ്റെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും കൂടെ പറഞ്ഞു. ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ ആവോലി കാന്താരി മസാല ഇതാണ് ആ ഐറ്റം. കിടിലൻ ടേസ്റ്റിയാണ് കേട്ടോ. എന്തെന്നാ മോനെ ഫ്ലേവർ! ഇപ്പോഴും എൻ്റെ നാവിൽ ഇങ്ങനെ വെള്ളം വരുന്നത് പറയുമ്പോൾ. പിന്നെ ഒരു മാന്ത ഫ്രൈയും കഴിച്ചിന്. മാന്ത ലേശം ഓവറായിട്ട് ഫ്രൈ ആയി പോയെന്ന് തോന്നുന്നു. കുറച്ചൊരു ഡ്രൈ പോലെ ആയിന്. പിന്നെ ഒരു ചെമ്മീൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിച്ചിന്. ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അച്ചായൻ സ്റ്റൈൽ ബീഫ് ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ അമ്മോ, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കുറുക്കി 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 എടുത്തിട്ടുള്ളൊരു സാധനം. ഫ്ലേവർ ഒരു രക്ഷയുണ്ടായിട്ടില്ല. പിന്നെ ആ വാഴ ഇലയിലെല്ലാം കെട്ടിയിട്ട് കിഴി പോലെ ആക്കിയിട്ട് വന്നൊരു കൂന്തലിൻ്റെ ഐറ്റം ഉണ്ടായിരുന്നു. അതും കുഴപ്പമുണ്ടായില്ല. പക്ഷേ ബീഫ് തന്നെയാണ് കേട്ടോ താരം. ഞാൻ ആ തേങ്ങാ കൊത്തലിലിട്ടിട്ടുള്ള ചെമ്മീൻ്റെ ഐറ്റമില്ലേ, അത് കുറച്ചിങ്ങോട്ട് എടുത്തിട്ട് ആ കുറുവേറി ചോറിലോട്ട് അത് മാത്രം കുഴച്ചിട്ട് കഴിച്ച് നോക്കിയേ. പിന്നെ ലേശം തൈര് ഒഴിച്ചിട്ട് ചോറവിടെ കുഴച്ചവിടെ വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ടേക്ക് ആ കാന്താരി ആവൂലില്ലേ, സ്പെഷ്യൽ മസാലയെല്ലാം ഇട്ടിട്ടാക്കിയിട്ടില്ല ആ ആവൂലി, അതും കൂടെ വെച്ചിട്ട് കഴിച്ച് സെറ്റേനും കേട്ടാ. അവസാനം പാലട പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു എക്സ്ട്രാ പപ്പടം വാങ്ങിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നല്ലോണം പൊടിച്ച് അതിൻ്റെ അകത്തോട്ടേക്ക് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഇതങ്ങനെ നാക്കി കുടിച്ചിന്. അത് കഴിഞ്ഞൊരു ഷെഫ് പറഞ്ഞ് ഒരു ഐറ്റം കൂടി ഉണ്ട് എൻ്റെ ഒരു സ്പെഷ്യൽ, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയാം. അതാണിതാ ഈ സാധനം. 5 ഫിഷ് ഐറ്റംസ് വരുന്ന ഒരു സീ ഫുഡ് പ്ലാറ്റർ. ഇതിൻ്റെ അകത്തൊരു റൈസ് വരുന്നുണ്ട്. അതിൽ ചെമ്മീനും കൂന്തലും എല്ലാം ഉണ്ട്. വയറെല്ലാം അത്യാവശ്യം നല്ല നല്ല ഫുൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മണടിക്കുമ്പോണ്ടല്ലോ എൻ്റെ അമ്മോ, കൺട്രോൾ പോകുന്നതെന്നെല്ലാം അറിയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ റൈസിൻ്റെ ഇടയിൽ തന്നെ ഇതാ കൂന്തൽ കണ്ടേ നിങ്ങൾ. ഇതേപോലെ കുറേ കൂന്തലിൻ്റെ പീസ് ഉണ്ട് കേട്ടോ റൈസിൻ്റെ കൂടെ. നല്ല സീ ഫുഡിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ശരിക്കും ഓരോ അരിമണിയിലും എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൈസ് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ നിർത്താൻ കുറച്ച് പണിയാണ്. ഈ സാധനം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കാൻ തോന്നും. പിന്നെ മീൻ പൊരിച്ചല്ലോ കുറച്ചൊന്ന് ഓവറായിട്ട് ഫ്രൈ ആയിപ്പോയി. ഇത് കുറച്ചും കൂടി ജ്യൂസി ആയിട്ട് കിട്ടണേനു ആ മീൻ പൊരിച്ചേ. പിന്നെ ഒരു സ്പെഷ്യൽ ആവോലി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തോ ഒരു സ്പെഷ്യൽ മസാല ഇട്ട് പൊരിച്ച ഫ്രൈ ചെയ്തെടുത്ത ആവോലിയാണ്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു അയക്കൂറേൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് ചെറിയൊരു ഏമ്പക്കോ വിട്ട് കുറച്ച് ഞാൻ അവിടെ ഇരുന്ന ശേഷമാണ് അവസാനം ഡെസേർട്ടിലേക്ക് കടന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഡെസേർട്ട്. നെയ്പായസം വിത്ത് വെനില ഐസ്ക്രീം. അടിപൊളിയാണ്. നല്ല ചൂട് നെയ്പായസവും തണുത്ത വെനില ഐസ്ക്രീമും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ചെറിയ വുഡൻ പ്ലാറ്ററിൽ സെർവ് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ട ഏക കുറ്റം. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒരിക്കലും കൂടെ ഞാൻ പറയാം. നമ്മളെ കണ്ണൂർ മട്ടന്നൂർ റോഡിൽ മട്ടന്നൂർ എയർപോർട്ട് എത്തുന്നതിൻ്റെ ആ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ സെനോറ സൂട്ട്സാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നോറ റെസ്റ്റോറൻറ്റ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 മണിക്കൂറും ഓപ്പണാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്